ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ മന്തിലോട്ടുള്ള എക്സാം കലണ്ടർ വന്നിട്ടുണ്ട് പി എസ് സിയുടെ. അതിലുള്ള ഏറ്റവും നല്ലൊരു എക്സാം, എല്ലാവരും കാത്തിരുന്ന ഒരു എക്സാം ആയിരുന്നു ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്നുള്ള ഈ ഒരു മെഡിക്കൽ സർവീസിലുള്ള എക്സാം എന്ന് പറയുന്നത്. എക്സാമിന്റെ കൺഫർമേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലോട്ടാണ്. പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്നാണ് പോസ്റ്റിന്റെ നെയിം വരുന്നത്. അതിന്റെ സാലറി സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 വരെയാണ് അതിന്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് അല്ലെ. എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 3-ാം തീയതിയാണ് കേട്ടോ. 3 ഒക്ടോബർ 2026 നമുക്ക് ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഇതാ 23/7 ജൂലൈ 23-ാം തീയതി മുതൽ എന്താണ് അവൈലബിൾ ആണ് കൺഫർമേഷൻ. അടുത്ത മാസം ഓഗസ്റ്റ് 11-ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ തോനെ ഡേറ്റ് ലേറ്റ് ആകാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക. ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് ആണ് അടുത്തത് പറയാനുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് പറയുമ്പോൾ 1,28,061 പേരാണ് ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ്. ഇത് അപ്ലൈ ചെയ്ത ആളുകളുടെ കണക്കാണ്. ഇനി ഇത് കൺഫർമേഷൻ വരുന്ന സമയത്ത് എന്തായാലും ഇത്രയും ആളുകളൊന്നും കൺഫർമേഷൻ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പൊ കുറച്ച് കൗണ്ട് കുറയുന്നുണ്ടായിരിക്കും. അപ്പൊ ടോട്ടലി ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്ത ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത് 1,28,061 പേരാണ് നമുക്ക് ടോട്ടൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 18-ാം തീയതി മുതൽ, ഒക്ടോബർ 3-നാണ് നമ്മളുടെ എക്സാം എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 18-ാം തീയതി മുതൽ നമ്മളുടെ പ്രൊഫൈലിലൂടെ ഹാൾ ടിക്കറ്റ് കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതാണ് ജസ്റ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. ഇനി നമുക്ക് എക്സാമിന്റെ ലാസ്റ്റ് വന്നിട്ടുള്ള കാറ്റഗറി നമ്പറിൽ വിളിച്ചിട്ട് ഇതേ പോസ്റ്റിന്റെ എത്ര അഡ്വൈസ് ഡീറ്റെയിൽസ് പോയി, അതോടൊപ്പം തന്നെ കട്ട് ഓഫ് മാർക്ക് എന്തായിരുന്നു, അങ്ങനെയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഈ എക്സാം നടന്ന എക്സാമിന്റെ കാറ്റഗറി വന്നത് 2022 11 എന്ന കാറ്റഗറി നമ്പറിലാണ്. അപ്പൊ 2022 തുടക്കത്തിൽ 11 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് നമുക്ക് ലാസ്റ്റ് ഇതിന്റെ എക്സാം വന്നത്. അപ്പൊ ഡേറ്റ് ഓഫ് എക്സാം അന്നത്തെ ഡേറ്റ് ഓഫ് എക്സാം 2023 ജനുവരി 21-നായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളമാണ് സമയം എടുത്തത്. ജനുവരി 21-നായിരുന്നു ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ടോട്ടൽ അന്ന് അപ്ലൈ ചെയ്തത് 2,40,320 പേരാണ് ടോട്ടൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇവിടെ ഇന്ന് ഇത്തവണ ഉള്ള നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം കൂടുതലായിരുന്നു. ഈ വർഷം അപ്ലിക്കേഷൻസിന്റെ കൗണ്ട് എന്താണ് കുറച്ച് കുറവാണ്. അപ്പൊ 2,40,000 പേരാണ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, 2,40,320 പേരായിരുന്നു കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നത് 2023 ഡിസംബർ 1-നാണ്. 2023 ഡിസംബർ 1-നാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അറിയാലോ. അതിന്റെ ഒരു കാലാവധി വെച്ചിട്ട് 2026 വരെ ആ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടാവും. അതായത് ഈ വർഷം നവംബർ 30-ന് റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുകയാണ്. കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 41 ആയിരുന്നു. 41 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. മാക്സിമം സ്കോർ ചെയ്തത് 70 മാർക്കാണ് കേട്ടോ. 70.67 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്തത്, മാക്സിമം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 40 മുതൽ 70 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇപ്പൊ ഏപ്രിൽ 2026 ഏപ്രിൽ 27-നാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. ടോട്ടൽ 103 അഡ്വൈസ്, 103 അഡ്വൈസ് ആണ് ടോട്ടലായിട്ട് ഈ ഒരു പോസ്റ്റിൽ നിന്ന് പോയത്. അപ്പൊ ഇനി 2026 നവംബർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഈ ഒരു മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് 2026 നവംബർ ആകുമ്പോഴത്തേക്കും അടുത്തൊരു എക്സാമിന്റെ ഡേറ്റ് വന്നു. നമ്മുടെ എക്സാമിന്റെ തൊട്ട് എക്സാം കഴിഞ്ഞ് വിത്തിൻ 1 മന്ത് കൊണ്ട് പഴയ റാങ്ക് ലിസ്റ്റ് എന്താകുകയാണ്, എക്സ്പയർ ആകുകയാണ്. അപ്പൊ ഇത്തവണ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിന്റെ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്തിട്ട് ഉടനെ തന്നെ നല്ല രീതിയിൽ ഇനിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു സിലബസ്, ടോട്ടൽ സിലബസ് എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിൽ പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് MLT ആണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ MLT ബേസ്ഡ് ആയിട്ട് നമുക്ക് 50 മാർക്സിനാണ് വരുന്നത്. അപ്പൊ മെജോറിറ്റി ആ മാർക്കിന്റെ നമ്മളുടെ എക്സാമിന്റെ 50% അല്ലെ നമ്മളെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. MLT ആണ് ഫസ്റ്റ് ഭാഗത്ത് നിന്ന് വരുന്നത്. ദെൻ അടുത്ത ഫിസിക്സിൽ നിന്ന് ഒരു 15 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 15, ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും 15 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ്. അതോടൊപ്പം തന്നെ ബോട്ടണിയിൽ നിന്നും സുവോളജിയിൽ നിന്നും 10 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 50 ഇവിടെ ഒരു 30 മാർക്ക്, അതോടൊപ്പം തന്നെ ഒരു 20 മാർക്ക് അല്ലെ. ഇതാണ് നമ്മളുടെ ഒരു 100 മാർക്കിന്റെ എക്സാമിന്റെ സിലബസിന്റെ സ്പ്ലിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ടോട്ടലി എങ്ങനെയായിരിക്കും സിലബസ് എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ടെക് പി എസ് സിയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
സോ ഈ ഒരു ക്രാഷ് കോഴ്സ് ഇപ്പോൾ നമുക്ക് എക്സാം വരെയുള്ള ഈ ഒരു ക്രാഷ് കോഴ്സിനുമായി ബന്ധപ്പെട്ടിട്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി സിലബസിനെ ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എക്സ്ട്രാ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ക്യാപ്സൂൾ നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റർഷിപ്പ് പ്രോഗ്രാം പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് മെന്ററോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് MCQ 3000-ഓളം ടോപ്പിക് വൈസ് ആയിട്ടുള്ള MCQ എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. മോഡൽ എക്സാംസ് കാര്യങ്ങളുണ്ടാവും. എക്സാം വരെയാണ് നിങ്ങൾക്ക് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുള്ള ഈ ഒരു എക്സാമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് കൺഫർമേഷൻ അപ്ലൈ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നാളെ മുതൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാം. സോ എന്ത് ചെയ്യുക, നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക, എക്സാമിന്റെ സിലബസ് കാര്യങ്ങൾ മനസ്സിലാക്കി, സിലബസ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് ഉടനെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇനി ഇതേപോലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ടെക് PSCയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള ലാബ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്